നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതിന്റെ അർത്ഥം ഗൗതം ആന്റിയുടെ മകനല്ല എന്നാണ്. എല്ലാവരും ആലോചിച്ചു നോക്ക്. മിഥുൻ എവിടുന്ന് വന്നു? ഞാനല്ലായിരുന്നു അവന്റെ ലക്ഷ്യം, ഗൗതമായിരുന്നു. അവനെ ആരെങ്കിലും അയച്ചതാണെങ്കിൽ അവന് പിന്നിൽ ഗൗതമിന്റെ ഏതോ വലിയ ശത്രു ഉണ്ടെന്നല്ലേ അർത്ഥം. ഇങ്ങനൊരു അപകടഘട്ടത്തിൽ സ്വന്തം മകനെ ഉപേക്ഷിച്ച് ഏതെങ്കിലും ഒരു അമ്മ പോവോ? ഈ സമയത്ത് എന്റെ അമ്മയോ മറ്റോ ആയിരുന്നെങ്കിൽ എനിക്ക് വേണ്ടി ജീവൻ വരെ കളയാൻ തയ്യാറായിരിക്കും. സത്യം, എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം ദൈവം വിധിച്ചിട്ടില്ലായിരിക്കും. ഇനി ഞാൻ ഒന്നും പറയില്ല. പോണോ വേണ്ടയോ എന്ന് ആന്റിക്ക് തന്നെ തീരുമാനിക്കാം. എന്തൊക്കെ പറഞ്ഞാലും നിധിക്ക് ഒടുക്കത്തെ ബുദ്ധിയാ. ആന്റിയുടെ വീക്ക്നെസ് തന്നെ കയറി പിടിച്ചു. ഇനി ആന്റിയുടെ പട്ടി പോലും ഇവിടുന്ന് പോവില്ല. നിധി, ആ ചാവിങ്ങതാ, ഞാൻ തന്നെ അമ്മയ്ക്ക് ഗേറ്റ് തുറന്നു കൊടുക്കാം. ഇതാ ഗൗതം നിക്ക്. ഈ ആപത്തില് നിന്നെ തനിച്ചാക്കി അമ്മ പോവില്ല. അമ്മേ, സോറി ഗൗതം, അമ്മയ്ക്ക് തെറ്റിപ്പോയി. അതൊന്നും സാരില്ലമ്മേ, സാരമില്ല. അമ്മ വാ. ആ പെട്ടി ഞാൻ എടുക്കാം. ഞാൻ എടുത്തോളാം. എടി ഭയങ്കരി, നീ വസുവിനെ ഇമോഷണലി ബ്ലാക്ക്മെയിൽ ചെയ്തൂല്ലേ? വേറെന്ത് ചെയ്യും? ആന്റി ഇവിടുന്ന് പോവാൻ നമ്മൾ ആരും ആഗ്രഹിക്കുന്നില്ല. ആന്റി ഇവിടെ നിർത്തുക മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ പിന്നെ അറ്റ കൈ പ്രയോഗിച്ചു. നമ്മുടെ കുടുംബത്തിന്റെ ബുദ്ധി മുഴുവൻ കിട്ടിയിരിക്കുന്നത് നിനക്കാ. ദൈവം എനിക്ക് ഗ്ലാമറും നിനക്ക് ബുദ്ധിയും തന്നെ അനുഗ്രഹിച്ചിരിക്കുന്നേ. നിനക്ക് ഗ്ലാമറോ? ഓരോ മണ്ടത്തരങ്ങള്. പിന്നെ ഞാൻ സുന്ദരിയ. വാ മോളെ. എന്താ പ്രണവിന്റെ ഭാര്യ അവൻ ഇത്രയും ഗ്ലാമർ പോരെ? ഓ കൂടിപ്പോയി. അതാണ് പ്രശ്നം. ഇനി വിളക്കൊളുത്താം മോളെ, സന്ധ്യയായി. മോളമ്മേ, ഈ വിളക്ക് കൊളുത്താൻ എന്നെക്കാളും അർഹത വസുന്ധരാന്റിക്കാ. ഈശ്വരമംഗലം കുടുംബത്തിന്റെ കിടാവിളക്കായ ആന്റി തന്നെ ഈ ദീപം കൊളുത്തട്ടെ. അത് കൊള്ളാം. അമ്മ വരും. ഞാൻ വൈകുന്നേരം കുളിച്ചില്ല. കുളിച്ചവര് തന്നെ ദീപം കൊളുത്തിയാ മതി. ഞാൻ വേണമെങ്കിൽ ഷടയിൽ കുളിച്ചിട്ട് വരാം. ഓ
ഇതിനുവേണ്ടി നീ ഇനി ശീലമില്ലാത്തതൊന്നും തുടങ്ങണ്ട. പതിവില്ലാതെ തലയിൽ വെള്ളം വീണാലേ പനി പിടിക്കും. വസുവിന് ദീപം കൊളുത്താൻ വയ്യെങ്കിൽ നിധി തന്നെ ചെയ്യട്ടെ. അങ്ങനെയാണല്ലോ ആദ്യം തീരുമാനിച്ചത്. ശരി അമ്മ. അമ്മേ ദേവി, അമ്മേ ദേവി മഹാമായേ, ഈ കുടുംബത്തിനും ഗൗതമനും നിധിക്കും വസന്തരാന്റിക്കും പാർവതി ആന്റിക്കും ഗോപിയങ്ങളിനും യാമിനി മോൾക്കും പ്രണവനും എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തണേ. ദീർഘായുസും ആയുരാരോഗ്യ സൗഖ്യവും നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണേ ഭഗവാനെ. ജഗദാംബികേ ദേവി മഹാമായേ അനുഗ്രഹിക്കണേ. എന്നെയും കൂടി അനുഗ്രഹിക്കണേ എന്റെ പൊന്നു ദേവി, എന്റെ അമ്മേ. അമ്മേ ജഗദംബികേ ദേവി. അയ്യേ, എല്ലാരും പോയാ? ആളില്ലാത്ത തിയേറ്ററിലാണ് ഞാൻ സിനിമ ഓടിച്ചത്. ഞാൻ ജോത്സരെ വിളിച്ചിരുന്നു. അത് പാറു പറഞ്ഞല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞേ? ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ചില ആശങ്കകളൊക്കെ ഉണ്ട്. സ്കൂളിൽ വെച്ച് നീതിയുടെ കഴുത്തിലെ താലി പൊട്ടി വീണെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം ഒന്ന് രാശി വെച്ച് നോക്കി. ഒരിക്കൽ കൂടി താലി കെട്ടണമെന്ന് അദ്ദേഹത്തിന്റെ അഭിപ്രായം. അദ്ദേഹം പറയുന്നതിന് മുമ്പ് ഞാനത് ചെയ്തല്ലോ. പൊട്ടിയ താലി അപ്പ തന്നെ എടുത്ത് ഇവളുടെ കഴുത്തി ചുറ്റി. കൊളുത്തടുക്കാൻ ബുദ്ധിമുട്ടായപ്പോ ഞാൻ കടിച്ചത് ശരിയാക്കി. ഇക്കിളി കാരണം ഇവള് ഭയങ്കര ചിരിയായിരുന്നു. താലിക്കൊളുത്ത് കടിച്ച് ശരിയാക്കുക. വാവ്, വാട്ട് എ റൊമാൻറ്റിക് മൊമെന്റ്. എന്നെ കിട്ടുന്നത് ഗൗതമായാലും പ്രണവായാലും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൊളുത്തകറ്റി വെക്കും. പല്ല് പറയുന്നത് വരെ കടിക്കട്ടെ. താലി പൊട്ടി വീണത് ഒരു ദുസൂചനയാ. അതിനുള്ള പരിഹാരക്രിയകൾ ചെയ്യണം. എന്നിട്ട് നല്ലൊരു മുഹൂർത്തം നോക്കി വീണ്ടും താലി കെട്ടണമെന്ന് ജോത്സ്യരുടെ നിർദ്ദേശം. പിന്നെ വസു, ഇവരുടെ ശാന്തി മുഹൂർത്തം ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനും നല്ലൊരു സമയം നോക്കണമെന്ന് ജോത്സ്യന്റെ അഭിപ്രായം. അതെ, ഇന്നത്തെ കാലത്ത് ഈ ആരെയും ശാന്തി മുഹൂർത്തമൊക്കെ നോക്കുന്നത്? അത് മാത്രമല്ല, ശാന്തി മുഹൂർത്തം എന്ന കോൺസെപ്റ്റ് തന്നെ നമ്മുടെ നാട്ടിലില്ല. ഭാര്യയ്ക്കും ഭർത്താവിനും മനപ്പൊരുത്തം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ല മുഹൂർത്തം. ദേ, അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ സംസാരിക്കരുതേ. നമ്മുടെ കുടുംബത്തിൽ പണ്ട് മുതലേ ഇത് നോക്കിയിരുന്നു. നല്ല സന്താനങ്ങൾ ഉണ്ടാകാൻ ഇതൊക്കെ അനുഷ്ഠിച്ചേ പറ്റൂ. വസുവിന്റെ അഭിപ്രായം പറയാത്തെ? അല്ല, ഞാനെന്ത് പറയാനാ? ഗൗതമിന്റെ വിവാഹകാര്യം മുതല് എന്റെ വാക്കിന് ഒരു വിലയും ഇല്ലാതായി ഇവിടെ. ഇനി എന്തിനാ ഈ രണ്ടാം കെട്ടിനും ശാന്തി മുഹൂർത്തത്തിനും ഒക്കെ എന്റെ അഭിപ്രായം ചോദിക്കുന്നത്? എന്നെ പരിഗണിക്കുന്നുണ്ടെന്ന് ബോധ്യപ്പെടുത്താനാണോ? എന്റെ അഭിപ്രായത്തിലേ ഇത്ര രസകരമായ ആചാരങ്ങളൊക്കെ നടത്തണമെന്നാ. ഈ പഴയകാല ആചാരങ്ങളൊക്കെ വീഡിയോ എടുത്തേ സോഷ്യൽ മീഡിയ ഇട്ടാലേ വൈറലാവും.